സമസ്ത കേരള സുന്നി യുവജന സംഘം SYSന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സമുച്ചയമായ അൽമക്കർ എന്ന മഹാസ്ഥാപനത്തിൻ്റെ ഒത്താശയോടുകൂടെയും പിന്തുണയോടുകൂടെയും കഴിഞ്ഞ 2.5 വർഷങ്ങൾക്ക് ഉള്ളിലായി പരിയാരം മെഡിക്കൽ കോളേജിന് മുന്നിൽ പടുത്തുയർത്തിയ സാന്ത്വന കേന്ദ്രത്തിൻ്റെ സമർപ്പണമാണ് ഈ സുന്ദരമായ വേദിയിൽ ഇപ്പോൾ നടക്കാനിരിക്കുന്നത്. ഇതൊരു ചരിത്ര നിമിഷമാണ്. 20 വർഷങ്ങൾക്ക് അപ്പുറം അൽമക്കറിൻ്റെയും അഭിവന്ദ്യരായ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദിൻ്റെയും നേതൃത്വത്തിൽ തുടങ്ങിവെച്ച സാന്ത്വന സേവന സമർപ്പണത്തിൻ്റെ പുതിയൊരു അധ്യായം തുറക്കുകയാണ് SYS ഇപ്പോൾ ഈ സാന്ത്വന കേന്ദ്രം സമർപ്പണത്തിലൂടെ ചെയ്യുന്നത്. ഈ ചരിത്ര ദൗത്യത്തിന് പങ്കാളികളായ ഇതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച 10,000-കണക്കായ സഹോദരങ്ങൾ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സമ്പാദനത്തിൽ നിന്നുണ്ടായതല്ല ഈ സുന്ദരമായ സാന്ത്വന കേന്ദ്രം. നാട്ടിൻപുറങ്ങളിൽ ബിരിയാണി ചാലഞ്ചിലൂടെയും പ്രവാസ സഹോദരങ്ങളുടെ അകമഴിഞ്ഞ സഹായത്തിലൂടെയും സ്ഥാപിച്ചെടുത്തിട്ടുള്ള പാവങ്ങൾക്ക് വേണ്ടിയുള്ള അത്താണിയാണ് ഈ സാന്ത്വന കേന്ദ്രം. ആരോഗ്യമുള്ള സമയത്ത് ആരോഗ്യമില്ലാത്തവർക്ക് വേണ്ടിയുള്ള ഒരു മനുഷ്യന്റെ അധ്വാനവും അവന്റെ സമയത്തെയും അവന്റെ ആരോഗ്യത്തെയും സമർപ്പിക്കാനുള്ള സൗഭാഗ്യമെന്നത് ഒരു മനുഷ്യനെ ഏറ്റവും നല്ല മനുഷ്യനാക്കി മാറ്റുന്നതിൻ്റെ അടയാളങ്ങളാണ്. തീർച്ചയായും നമുക്കെല്ലാവർക്കും ആരോഗ്യമുള്ള സമയത്ത് ആരോഗ്യമില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി, മറ്റു സഹോദരങ്ങൾക്ക് വേണ്ടി, ജീവികൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ, നമ്മുടെ അധ്വാനത്തെ, നമ്മുടെ ആഫിയത്തിനെ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. തീർച്ചയായും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഒരുപാട് മനുഷ്യ സഹോദരങ്ങൾ എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ, തലയൊന്നുയർത്താൻ കഴിയാതെ, സ്വന്തമായി ഭക്ഷിക്കാനും വിസർജിക്കാനും കഴിയാതെ 4 ചുമരുകൾക്കിടയിൽ ജീവിതത്തിന്റെ മുഴുസമയവും ബന്ധിക്കപ്പെട്ട ഹതാശരായ 10,000-കണക്കിന് ജനങ്ങൾ ചുറ്റുപാടുകളിലുണ്ട്. ഒരു നേരത്തിന് അന്നത്തിന് വകയില്ലാതെ അടുപ്പിൽ ചൂടുവെള്ളം കാച്ചി മക്കളെ സമാധാനിപ്പിക്കുന്ന നിരാശ്രയരായ ഉമ്മമാരുണ്ട്, അമ്മമാരുണ്ട്. ജനിച്ചത് മുതൽ ആശുപത്രികളിൽ നിന്ന് ഒഴിയാബാധയായി മാറുന്ന എത്രയാണ് നിത്യരോഗികൾ. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ പടച്ചവൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ പടച്ചവൻ പെട്ടെന്ന് തന്നെ തിരിച്ചെടുത്തിട്ടുള്ള ഹതഭാഗ്യരായ നിരാലംബരായ മനുഷ്യർ എമ്പാടുമുണ്ട്. ഇവിടെയാണ് ഒരു സാന്ത്വന കേന്ദ്രത്തിന്റെ അനിവാര്യത നമുക്ക് ബോധ്യപ്പെടുന്നത്. അൽഹംദുലില്ലാ, സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളത്തിലെ എല്ലാ യൂണിറ്റ് കേന്ദ്രങ്ങളിലും ശേഷം സർക്കിൾ തലങ്ങളിലും സാന്ത്വന കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു വരികയാണ്. ചുറ്റുപാടുകളിലുള്ള മനുഷ്യർക്ക് അത്താണിയാവാനുള്ള കേന്ദ്രങ്ങളായാണ് ആ സാന്ത്വന കേന്ദ്രങ്ങളെ നാം മനസ്സിലാക്കിയിട്ടുള്ളത്. മെഡിക്കൽ അക്യുപ്മെന്റ്സ് വിതരണത്തോടുകൂടെ അതോടൊപ്പം നടക്കാൻ കഴിയാത്തവർക്ക് വാക്കർ നൽകി, സഞ്ചരിക്കാൻ കഴിയാത്തവർക്ക് വീൽ ചെയർ നൽകി, കിടക്കാൻ എയർ ബെഡും വാട്ടർ ബെഡും നൽകി അവർക്ക് സാന്ത്വനമാകുന്ന പ്രവർത്തനങ്ങൾ സംസ്ഥാന SYS കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ 7,000-ഓളം വരുന്ന യൂണിറ്റുകളിൽ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ തട്ടകമായി അൽഹംദുലില്ലാ കൊറോണ കാലത്തിന് മുന്നേയും കൊറോണയ്ക്ക് ശേഷവും 500-ഓളം വരുന്ന മയ്യത്തുകളെ ഏറ്റെടുക്കുകയും അത് ഇസ്ലാമിക മതചിട്ടപ്രകാരം ഖബറിലേക്ക് മാന്യമായി വളരെ സുന്ദരമായി താഴ്ത്തിവെക്കുകയും അവരുടെ എല്ലാവിധ സുന്ദരമായ യാത്ര അവർക്ക് സമ്മാനിക്കുകയും ചെയ്തിട്ടുള്ള
നമ്മുടെ സമർപ്പണത്തിന്റെ മകുടോദാഹരണങ്ങളായ സാന്ത്വനം വളണ്ടിയർമാരുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിന്റെ സമീപത്തായി കണ്ണൂർ ആശുപത്രിയുടെ സമീപങ്ങളിലായി, അതോടൊപ്പം ജില്ലയിലെ വിവിധ താലൂക്ക് മറ്റ് ആശുപത്രികളുടെ മുന്നിലായി സേവന നിരതരായ നിരവധി വളണ്ടിയർമാർ നമുക്കുണ്ട്. ആ വളണ്ടിയർമാരുടെ തട്ടകമാണ് സാന്ത്വന കേന്ദ്രം. അതോടൊപ്പം പാനൂരിന്റെയും കൂത്തുപറമ്പിന്റെയും മറ്റ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും സ്ഥിരമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഹോം കെയർ വാഹനങ്ങളുണ്ട്. വീടുകളിൽ രോഗിയായി കിടക്കുന്നവർക്ക് ആശ്വാസം പകർന്നുകൊണ്ടുള്ള ഹോം കെയർ വാഹനങ്ങൾ. ആ വാഹനങ്ങൾ ഇനിയും നമ്മുടെ നാടുകളിൽ നമ്മുടെ ജില്ലകളിൽ ഇനിയും ഒരുപാട് ഉയർന്നു വരേണ്ടതുണ്ട്. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷങ്ങൾക്ക് മുന്നേ മക്കായുടെ പ്രാന്തപ്രദേശങ്ങളിൽ മദീനയുടെ തെരുവോരങ്ങളിൽ സാന്ത്വന പ്രവർത്തനത്തിന്റെ ഉദാഹരണങ്ങൾ നമുക്ക് ജീവിതത്തിലൂടെ എങ്ങനെയാണോ വരച്ചു കാട്ടിയത്, ആ സുന്ദരമായ കാഴ്ചപ്പാടുകൾ, ആ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ടാണ് കേരളത്തിൽ എന്നല്ല ഗൾഫ് രാജ്യങ്ങളിൽ ICF ആണെങ്കിലും RSC ആണെങ്കിലും മറ്റ് സന്നദ്ധ സംഘടനകളെല്ലാം പ്രവർത്തിച്ചു വരുന്നത്. നമുക്ക് ആഫിയത്തുള്ള സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് നമ്മുടെ അധ്വാനവും നമ്മുടെ കഴിവുകളുമെല്ലാം ആഫിയത്തില്ലാത്ത ആരോഗ്യമില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടതുണ്ട്. നമുക്കൊരുപാട് കഥകൾ പറയാനുണ്ട്, അതിലേക്കൊന്നും നീണ്ടുപോകുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജാതി മത ദേശ ഭാഷ വർഗ വ്യത്യാസമില്ലാതെ മനുഷ്യരാണോ ആ മനുഷ്യർ വിഷമിക്കുമ്പോൾ അവരുടെ കൈ പിടിച്ചുയർത്താൻ, അവർ തളർന്നു പോകുമ്പോൾ അവരെ താങ്ങിയെടുക്കാൻ, അവർക്ക് നടക്കാൻ വയ്യാതപ്പോൾ കൈപിടിച്ച് നടത്തിക്കാൻ, അവർക്ക് മരുന്ന് വേണോ മരുന്ന് നൽകാം, ഭക്ഷണമാണോ വേണ്ടത് ഭക്ഷണം നൽകാം, പണമാണോ വേണ്ടത് പണം നൽകാം. ഈ കേരളത്തിന്റെ വിവിധ സമയങ്ങളിലായി വെള്ളപ്പൊക്കവും പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായപ്പോൾ SYS നമ്മുടെ മാതൃകാ സംഘടനയായ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ നിഖിലങ്ങളായ മേഖലകളിൽ സഹായഹസ്തവുമായി നമ്മുടെ നേതാക്കന്മാർ ഓടിയെത്തിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ അൽഹംദുലില്ലാഹ് ഈ സാന്ത്വന കേന്ദ്രം ഉയർന്നു വലുതാകുമ്പോൾ, ഇതിന്റെ പ്രവർത്തനം ഇന്നു മുതൽ തുടങ്ങുമ്പോൾ ഇതിന്റെ പങ്കാളികൾ SYSന്റെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളോ എക്സിക്യൂട്ടീവോ ഭാരവാഹികളോ മാത്രമല്ല, നാട്ടിൻ പുറങ്ങളിൽ 5 പൈസ പോലും സഹായിക്കാൻ കഴിയാത്ത ഒരുപാട് മനുഷ്യർ ബിരിയാണി വാങ്ങിച്ച്, തങ്ങൾ ഒരു പേക്ക് ബിരിയാണി വാങ്ങിച്ചാൽ അതിലൂടെ എന്തെങ്കിലും നാണയത്തുട്ടുകൾ വ്യക്തമായി വരികയാണെങ്കിൽ അത് സാന്ത്വന കേന്ദ്രത്തിലിരിക്കട്ടെ എന്ന് നല്ല മനസ്സോടെ ചിന്തിച്ച് ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾ, ഈ നാട്ടിലെ ജനങ്ങൾ, ഈ നാട്ടിലെ ഹിന്ദു സഹോദരങ്ങൾ, ക്രിസ്ത്യാനികൾ, മതമുള്ളവരും എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നേറിയപ്പോൾ അൽഹംദുലില്ലാഹ് വലിയൊരു സൗധം ഇവിടെ പണി പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചു. ഇതിന്റെ തുടക്കം ഞാൻ പറഞ്ഞല്ലോ, അഭിവന്യരായ കൻസുൽ ഉലമാ ചിത്താരി ഉസ്താദ് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരു വലിയ പള്ളി പണിതുണ്ടാക്കി. ഈ പള്ളി പണിതുണ്ടാക്കിയപ്പോൾ എന്തിനാണ് മെഡിക്കൽ കോളേജിന് മുന്നിൽ ഇത്രയും വലിയൊരു പള്ളി എന്ന് ചിന്തിച്ചു. അസ്ർ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇന്നലെ മെനഞ്ഞാന്ന് വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞപ്പോൾ ജുമുഅക്ക് പോലും പങ്കെടുക്കാൻ അത്തരത്തിൽ ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അന്ന് മഹാനായ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദും മഹാനായ ചിത്താരി ഹംസ ഉസ്താദൊക്കെ വാങ്ങിച്ചെടുത്തിട്ടുള്ള അധ്വാനത്തിന്റെ ഫലമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ സദസ്സിൽ എത്തേണ്ടിയിരുന്ന മഹാനായ സുൽത്താനുൽ ഉലമാ, അതോടൊപ്പം സയ്യിദ് അലി ബാഫഖി തങ്ങൾ, നേരത്തെ പിരിഞ്ഞുപോയ മഹാനായ കൻസുൽ ഉലമാ, അവർക്ക് അവരുടെയും ജീവിതത്തിന്റെ മഹാഭൂരിഭാഗവും അവരുടെ താടി രോമങ്ങൾ നിറച്ചത്, അവരുടെ ശരീരം ശുഷ്കിച്ചത്, അവരുടെ ആയുസ് മുഴുവനും വിനിയോഗിച്ചത് ഈ രാജ്യത്തിലുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയാണ്, രോഗികൾക്ക് വേണ്ടിയാണ്, പാവപ്പെട്ട കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ്. സ്വന്തം വീട്ടിൽ അധ്വാനിച്ചുണ്ടാക്കി അതൊക്കെ സമ്പത്തായി അവർ ഉപയോഗപ്പെടുത്താൻ മാത്രമായിരുന്നില്ല, പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ഒരു ശ്രമങ്ങളെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം ലഭിക്കുന്ന അമലാണെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് തീർച്ചയായും ആ ഒരു പ്രവർത്തനത്തിൽ നമ്മളൊക്കെയും ഉണ്ട്, അതിന്റെ പിന്നണിയിലുണ്ട് എന്നതാണ് ഈ ഒരുമിച്ച് കൂടിയ ജനക്കൂട്ടം ഇവിടെ അറിയിക്കുന്നത്. ശക്തമായ മഴ തുടരുമ്പോഴും അൽഹംദുലില്ലാഹ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രവാസ ലോകത്ത് ലീവിന് വന്ന ഒരുപാട് പ്രവാസി സഹോദരങ്ങൾ, ബാംഗ്ലൂര് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള നമ്മുടെ സഹകാരികൾ, അൽഹംദുലില്ലാഹ് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ എന്നിവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അന്ന് മഹാനായ
ബദറു സാദാത്ത് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ ഉസ്താദ് അന്ന് ശിലവാകിയപ്പോൾ തങ്ങൾ ഉസ്താദ് ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. 5 സെന്റ് പോരാ, 12 സെന്റ് പോരാ, അല്ലെങ്കിൽ ഒരു 3 കോടി രൂപയുടെ പദ്ധതി പോരാ, ചുരുങ്ങിയത് 10 കോടി രൂപയുടെയെങ്കിലും പദ്ധതി പ്രഖ്യാപിക്കേണ്ടതുണ്ട് എന്ന് അന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഈ പ്രദേശത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിലുള്ള കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോടിന്റെ ചില ഭാഗങ്ങൾ, ഉടക് ഏരിയകളിലുള്ള ഭാഗങ്ങൾ ആശ്രയിക്കുന്ന ദിവസവും ആയിരക്കണക്കിന് രോഗികളും കൂട്ടിരിപ്പുകാരുമുള്ള വലിയ ആശുപത്രിയാണ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി. ഈ ആശുപത്രിയുടെ സമീപത്ത് ഇത്തരത്തിലുള്ള ഒരു മഹാസൗധം പണിതുയർത്താൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഇതിവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നില്ല. രോഗികളുടെ എണ്ണം കൂടി വരികയാണ്, രോഗത്തിന്റെ എണ്ണം കൂടി വരികയാണ്. അതനുസരിച്ച് മനുഷ്യർക്ക് ആവശ്യമായ താങ്ങ് നൽകേണ്ട ബാധ്യത തീർച്ചയായും മനുഷ്യരായ നമുക്കുണ്ട്. സന്നദ്ധ സംഘടനകളായ SYS-നുണ്ട്, SSF-നുണ്ട്, മുസ്ലിം ജമാഅത്തിനുണ്ട്. അതിനെല്ലാം ശക്തി പകരുന്ന സാത്വികരായ ആലിമീങ്ങൾ നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനുവേണ്ടി നമുക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ട്. അതുകൊണ്ട് സുന്ദരമായിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹ്, റഫീഖ് അമാനിയുടെ നേതൃത്വത്തിൽ ചാല ദുരന്തമുണ്ടായപ്പോൾ ആ ചാല ദുരന്തത്തിൽ അഗ്നിമോളമായി കരിഞ്ഞ് ചാമ്പലായ മനുഷ്യ കോലങ്ങളെ താങ്ങിയെടുത്ത് ഈ പരിയാരം മെഡിക്കൽ കോളേജിന് മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ ചെയ്ത് അവരുടെ മരണശേഷമുള്ള നടപടികൾ പൂർത്തിയാക്കിയപ്പോൾ അന്ന് മഹാനായ കൻസുൽ ഉലമ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 10ഉം 17ഉം ദിവസം മോർച്ചറിയിൽ കിടന്ന് അനാഥരായ മയ്യത്തുകളെ നാം ഏറ്റെടുത്തപ്പോൾ ആ മയ്യത്തുകളെ കുളിപ്പിക്കാൻ യാതൊന്നിനും മടിയില്ലാത്ത SYS-ന്റെ സാന്ത്വനം വളണ്ടിയർമാർ, ഇനി സ്ത്രീകളാണെങ്കിൽ വളണ്ടിയർമാർ എല്ലാം ഇവിടെ ഒരുങ്ങി തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചില ഉത്തരങ്ങൾ ഇന്ത്യ രാജ്യത്തിലെ, കേരളത്തിലെ, അതോടൊപ്പം കണ്ണൂർ ജില്ലയിലെ മനുഷ്യരോട് പറയുകയാണ്. നമുക്കിനി സാന്ത്വനം വളണ്ടിയർമാരുണ്ട്. ആരും കഷ്ടപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് മരുന്ന് വേണോ, സൗജന്യമായി മരുന്ന് തരാൻ നമ്മളുണ്ട്. നിങ്ങൾക്ക് താങ്ങാണോ വേണ്ടത്, താങ്ങു നൽകാൻ SYS-ന്റെ വളണ്ടിയർമാരുണ്ട്. അല്ല, നിങ്ങൾക്ക് സാന്ത്വനമാണോ വേണ്ടത്, മഹാനായ മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയുടെ പ്രാന്ത പ്രദേശങ്ങളിലൂടെ ഓടി നടന്ന് തന്റെ അനുയായികളുടെ കൈപിടിച്ച് അവിടെയുള്ള ഹതാശരായ രോഗികളെ, അതോടൊപ്പം വിഷമിക്കുന്ന കഷ്ടപ്പെടുന്നവരെ, അത്തരത്തിലുള്ള മനുഷ്യർക്ക് താങ്ങായി, തണലായി, സാന്ത്വനമായി മാറിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വഴിയാണ് SYS സഞ്ചരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് കൂടുതലായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അൽഹംദുലില്ലാഹ്, ഏകദേശം 2.5 വർഷം കൊണ്ട് അബ്ദുള്ള കുട്ടി ബാക്കവി ഉസ്താദ് പ്രസിഡന്റും അബ്ദുൾ റഷീദ് നെരിക്കോട് സെക്രട്ടറിയുമായ കമ്മിറ്റി അന്നുള്ളപ്പോൾ ശിലാസ്ഥാപനം നടത്തി. ഏകദേശം 4-5 മാസക്കാലം ഇതിന്റെ നിർമ്മാണത്തിനുള്ള അംഗീകാരത്തിന് വേണ്ടി ശ്രമം നടത്തി. അതിനുശേഷം ഏകദേശം ഒരു 2 വർഷം കൊണ്ട് പൂർത്തിയാവാൻ ഇത്രയും സ്പീഡിൽ ഇത് പൂർത്തിയാവാനുള്ള കാരണം നിങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രാമങ്ങളിൽ നിന്നും ബിരിയാണി ചാലഞ്ച് വാങ്ങിച്ചവർ, അതോടൊപ്പം പ്രവാസികളായ സഹോദരങ്ങളുടെ അകമഴിഞ്ഞ സഹായങ്ങൾ, എല്ലാറ്റിനും അപ്പുറം പാവപ്പെട്ട രോഗികളുടെയും മുഅ്മിനീങ്ങളുടെയും ഹൃദയം പൊട്ടിയുള്ള പ്രാർത്ഥന അൽഹംദുലില്ലാഹ് സാധ്യമായിട്ടുണ്ട്. ഇതൊരു ചരിത്ര നിമിഷമാണ്. ഈ ചരിത്ര സന്നിധിയിൽ ഒരുമിച്ചുകൂടിയ എല്ലാവർക്കും ആദ്യമായി ഞാൻ